എന്താ അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പാവങ്ങളെ ഇങ്ങനെ സഹായിക്കുമ്പോൾ അത് കണ്ട് ചിലർക്ക് കുരുപൊട്ടുകയാണ്. അവര് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയാണ്. എന്തിന് കത്തിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ആര് കത്തിച്ചു, അതായത് കത്തിച്ചവന് തൂക്കുകയറ് കിട്ടണം, അല്ലെങ്കിൽ കത്തിച്ചവന് മിനിമം ഒരു 10 വർഷമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ, അതായത് കത്തിക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഒരു തെറ്റും ചെയ്യാത്ത മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ആരാണ് ഇവറ്റകൾക്ക് അവകാശം കൊടുത്തത്? പൊന്നു മനുഷ്യന്മാരെ, വിഷയത്തിലേക്ക് അടക്കാം. കുറെ അമ്മമാർ എൻ്റെ കമന്റ് ബോക്സിൽ, അതായത് വി ഡി സതീശൻ പെൻഷൻ എന്ന് കൊടുക്കും എന്നൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തന്നെ അതിനൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഡേറ്റ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം നമ്മുടെ ഫാത്തിമ തഹ്ലിയ, അതായത് ഈ പൊന്നുമോളെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതായത് ഇവളെ തെറി വിളിച്ചുകൊണ്ട് ഈ യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. എന്താണ് ഈ യുവാവ് ഫാത്തിമ തഹ്ലിയയെ കുറിച്ച് പറഞ്ഞത്? അത് ഞാൻ വെച്ചു തരാം. എന്തിനാണ് തഹ്ലിയയെ അങ്ങനെ പറഞ്ഞത് അതും ഞാൻ പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് ആദ്യം എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്? നിങ്ങൾ, അതായത് പിണറായി വിജയനെ പാർലമെന്റിൽ, നിയമസഭയിൽ പിണറായി വിജയനെ പഞ്ചറാക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾ കാണണം. അതിന്റെ ദേശത്തിലാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. ഓക്കെ, കോൺഗ്രസിന് ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ്. സാർ, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ, അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോഹിച്ച് നിൽക്കണ്ട കേട്ടോ. CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയാം, ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. അല്ലെ, ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാര് പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ. ഓക്കെ, അതായത് പിണറായി വിജയന് മർമ്മമായിട്ടുള്ള മറുപടി കൊടുത്ത ദേശത്തിലാണ് ചില സഖാക്കൾ കോലം കത്തിക്കുന്നത്. നമുക്കെന്തായാലും കോലം കത്തിക്കുന്ന ആ ഒരു ഭാഗം കണ്ടു നോക്കാം. അതിനുശേഷം പെൻഷൻ എപ്പോ കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. എടാ, ഇവൻ ആരാണെങ്കിലും എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും പൂക്കിയും വിളിക്കാൻ നീ ആരാടാ? ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടൊരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് വിളിക്കടാ. അവന്റെ ഒരു പൂക്കി വിളി ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എടാ ഒരു കാര്യം പറയാം. നിനക്കൊന്നും ജനങ്ങളെ, അതായത് ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് 1 രൂപ കൊടുത്തിട്ട് നിനക്കൊന്നും അറിയത്തില്ല. ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരത്തിൽ കയറിയിട്ട് 1 മാസം ആവുന്നതിന് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി 2 നടപ്പിലാക്കി. പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വീട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ നോക്കൂ. KSRTC ബസ്സിൽ ഫ്രീ യാത്ര പ്രഖ്യാപിച്ചിട്ട് അതായത് അധികാരത്തിൽ കയറിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, 1 മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് പ്രഖ്യാപിച്ചു. ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുകയാണ് നിനക്കൊക്കെ. കോലം കത്തിക്കാൻ ഒരു കാര്യം പറയും, കോലം കത്തിക്കുന്ന എന്ത് തെറ്റാണ് ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത്? നിനക്ക് ഉളുപ്പുണ്ടോടാ? ബാക്കിയും കൂടി കണ്ടു നോക്കാം. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു.
ഒരു കാരണവും ഇല്ലാതെ ഈ പാവത്തിന്റെ കോലം കത്തിക്കുകയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വൃത്തികെട്ടവന്മാർ. ഒരു കാര്യം പറയാം, എടാ ഈ കത്തിച്ചവന്മാരോടാണ് പറയുന്നത്, എടാ ഈ കത്തിക്കാന് മിനിമം ഈ പെട്രോളും ഇതൊക്കെ തയ്യാറാക്കാൻ ഒരു 5000 റുപ്യെങ്കിലും നിങ്ങൾക്ക് ചിലവായിട്ടുണ്ടാവും. ആ 5000 റുപ്യ ഉണ്ടെങ്കിൽ പൊന്നുമോനെ, ആ ബസ് സ്റ്റാൻഡിൽ, അതായത് നിങ്ങളുടെ ബസ് സ്റ്റാൻഡ് സൈഡിലൊന്ന് നോക്കുന്നേ, എത്ര പേര് ഒരു നേരത്തെ ആഹാരമില്ലാതെ തിണ്ടുന്നു. അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കു പൊന്നു സഹോദര. അല്ലാതെ ഒരു മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഈ ലോകത്തിലെ പട്ടിണി, അതായത് ഈ കേരളത്തിലുള്ള ജനങ്ങളെ പട്ടിണി നിന്ന് മുക്തിയാക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കോലം കത്തിക്കാൻ നിനക്കൊക്കെ ആരാണയുടെ ലൈസൻസ് തന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയുകയാണ്, ഇതാരാണ് കോലം കത്തിച്ചത്? ഈ വൃത്തികെട്ടവന്മാരെ എല്ലാവരെയും പിടിച്ച് അകത്തിടണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം. പൊന്നു മനുഷ്യന്മാരെ, അതായത് ഈ പറയുന്ന പെൻഷൻ എന്ന് കിട്ടും? ഉത്തരം, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. സർ, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ആ വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ഈ CPM പ്രവർത്തകരോട് ഒരു കാര്യം ഞാൻ പറയാം, ഇത് എന്താണ്? അതായത് അധികാരത്തിൽ കയറിയ ഉടനെ എല്ലാം അങ്ങ് പ്രഖ്യാപിക്കണമെന്നാണോ? അതായത് പൊന്നു മനുഷ്യന്മാരെ, പറഞ്ഞത് വി ഡി സതീശനാണെങ്കിൽ ഉറപ്പായിട്ട് നടപ്പിലാക്കും. ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അതായത് പിണറായി വിജയൻ അന്ന് പ്രഖ്യാപിച്ചപ്പോ അത് 2500, അത് 2000 റുപ്യ പെൻഷനാക്കാൻ പിണറായി വിജയൻ പറഞ്ഞിട്ട് ഭരണം തീരാൻ വെറും 3-4 മാസം ബാക്കി നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ അത് പാസ്സാക്കിയത്. എന്നാൽ ഇവിടെ വി ഡി സതീശൻ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഉടൻ തന്നെ നിങ്ങൾ നോക്കൂ, 1 മാസത്തിനുള്ളിൽ 2 ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, 2-3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും പെൻഷൻ അത് 3000 ആക്കി മാറ്റും. അതായത് പറഞ്ഞത് വി ഡി സതീശൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, ഫാത്തിമ തഹലിയ, അതായത് ഒരു യുവാവ് ഫാത്തിമ തഹലിയയെ കളിയാക്കുകയാണ്. നമുക്കാദ്യം കളിയാക്കുന്ന ഭാഗം ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം എന്തിനെ കളിയാക്കിയെന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. തഹലിയ വായിച്ചാൽ മതി. എനിക്ക് അതേപോലെ തെറ്റാതെ അപ്പുറത്തെ കുട്ടി 5 വായിക്ക്. അല്ല ഇത് നിയമസഭയിലെ MLA പ്രസംഗല്ലേ. ഞാനൊരു വട്ടം വിചാരിച്ചു പോയേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലയാളം മാഷോ ടീച്ചറോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ വരികൾ തെറ്റാതെ അങ്ങനെ വായിപ്പിക്കും, വായനാശീലം ഉണ്ടാക്കാന്. അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ച് എഴുതി കൊടുത്തത് ബാലരമയിലുള്ള പോലെ, അല്ലെങ്കിൽ ഏതോ യുവജനോത്സവത്തിന് കഥാമത്സരത്തിന് പോയ പോലെ അതിങ്ങനെ നോക്കി കറക്റ്റായിട്ട്. എടാ ഒരു കാര്യം പറയാം, എന്താണ് ബ്രോ, എന്താണ്? അതായത് ഫാത്തിമ തഹലിയക്ക് ഷാഫി പറമ്പിൽ ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, അതായത് ഷാഫി പറമ്പിൽ ഒരു ആണായിട്ടുള്ള ജനകീയനാണെങ്കിൽ ഫാത്തിമ തഹലിയ പെണ്ണായിട്ടുള്ള ഒരു ജനകീയതയെന്ന്, അതായത് എല്ലാവരും കമന്റ് ബോക്സിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് ഫാത്തിമ തഹലിയ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, ഇവൻ കളിയാക്കിയത് ഫാത്തിമ തഹലിയയുടെ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ച് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതായത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആ സ്പീച്ച് ഇവന് കേട്ടിട്ട് അത് കുരുപൊട്ടിയത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ കളിയാക്കിയത്. നിങ്ങൾ ആ ഒരു സ്പീച്ചും കൂടി കേൾക്കണം. ഓക്കെ, ശ്രീമതി ഫാത്തിമ തഹലിയ 7 മിനിറ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിനെ ഞാൻ അനുകൂലിക്കുകയാണ് സർ. എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും.
കവി കടമ്മനിട്ടയുടെ വരികളാണ് സർ. സർ, ഏതു തരംഗം വന്നാലും ഇടതുപക്ഷം തോൽക്കാത്ത 55-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ 2008-ലെ ഡീലിമിറ്റേഷനു ശേഷം ഉണ്ടായി എന്ന വീരവാദം ഇടതുപക്ഷത്തു നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കേട്ടിരുന്നു. LDFന് ഭരണം ലഭിക്കാൻ 55 കോട്ടകളോടൊപ്പം കേവലം 16 സീറ്റുകൾ മാത്രം ജയിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ഇന്ന് LDFന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തു ആയിരിക്കുകയാണ് സർ. കോട്ടകൾ നെടുകെ പിളർന്നു. അതിനുള്ളിലേക്ക് വികസനത്തിന്റെ വായുവും വെളിച്ചവും എത്തി. തകർന്ന് തരിപ്പണമായ അത്തരമൊരു കോട്ടയിൽ നിന്നാണ് സർ ഞാൻ ഈ നിയമസഭയിലെത്തിയത്. സർ, 49 വർഷത്തിന് ശേഷമാണ് പേരാമ്പ്രയിൽ ഒരു UDFന്റെ MLA ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പേരാമ്പ്രയുടെയും ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA ആവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഞാൻ എന്റെ സ്വന്തം പേരാമ്പ്രക്കാരോടും എന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, ബഹുമാന്യനായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളോടും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് UDF നേതാക്കൾ സ്ഥാനാർത്ഥിയായി എന്നെ പറഞ്ഞയച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതായിരുന്നു. എതിരാളികളെ കുട്ടിയായി ചിത്രീകരിച്ച് പുച്ഛിച്ചും പരിഹസിച്ചും ധാർഷ്ട്യം കാട്ടുന്ന CPM പതിവ് ശൈലി തന്നെയാണ് സർ പേരാമ്പ്രയിലും കണ്ടത്. ഈ പ്രയോഗം അവിടെയും നിന്നില്ല. കൗമിലെ കുട്ടി എന്ന വർഗീയ അനൗൺസ്മെന്റുമായി അവർ വീണ്ടും ഇറങ്ങി. ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല സർ. നിതിൻ ഗഡ്കരി പെട്രോളിൽ എത്തനോൾ എങ്ങനെയാണോ കലർത്തുന്നത്, അതുപോലെയാണ് ഇന്ന് CPM കമ്മ്യൂണിസത്തിൽ വർഗീയത പകർത്തുന്നത്. ഉത്തരേന്ത്യയിൽ BJP എടുക്കുന്ന അപകടകരമായിട്ടുള്ള വർഗീയ പ്രചരണം അവർ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വടകരയിലും കൗമിലെ കുട്ടി എന്ന അനൗൺസ്മെന്റിലൂടെ പേരാമ്പ്രയിലും പുറത്തെടുത്തു. നിനക്കൊന്നും അറിയില്ല, നീ കുട്ടിയാണ് എന്നുള്ള ഒരു സിനിമ, നാട്ടുരാജാവ് സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് തുല്യമായി ഫ്യൂഡൽ മാടമ്പികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വ്യക്തതയുള്ളവരാണ് സർ എന്റെ പേരാമ്പ്രയിലുള്ള ഇടതുപക്ഷക്കാർ എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ്. വർഗീയപരമായി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. അവിടുത്തെ അമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇനിയും ഗതാഗത സൗകര്യം പോലും എത്തിയിട്ടില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വർഗീയത തള്ളിക്കളഞ്ഞ പേരാമ്പ്രയിലെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയാവാൻ എനിക്ക് ഈ സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു വൈകാരികമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. 1987 പേരാമ്പ്രയിൽ UDFന്റെ നേതൃത്വത്തിൽ ഒരു പിക്കറ്റിംഗ് നടന്നതിന്റെ ഒരു വാർത്തയാണിത്. ഇത് മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതേപോലെ 2000 മെയ് 21 മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഹൈവേ മാർച്ചാണിത്. ഇതിലും ആവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഒരു താലൂക്ക് വേണം എന്നുള്ളതാണ്. അന്ന് ആ പിക്കറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുള്ള ശ്രീ ബാലനാരായണൻ. അവര് ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് വിജയം അറിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു. അവർക്കെല്ലാം ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ബജറ്റിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, മുൻ KPCC അധ്യക്ഷനും ധനകാര്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ KG അടിയോടി എന്ന വലിയ മനുഷ്യൻ പേരാമ്പ്രയിൽ കൊണ്ടുവന്ന വികസനങ്ങളുടെ മുകളിൽ ഒരു കല്ലെടുത്തു വെക്കാൻ പോലും കഴിയാത്ത ഇരുണ്ട കാലമാണ് പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണ്. അടിയോടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി, ഗവൺമെന്റ് സ്ഥാപനമായിട്ട് വന്നിട്ടില്ല. ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് പേരാമ്പ്ര. മുൻ ടൂറിസം മന്ത്രി ഞങ്ങളുടെ ജില്ലക്കാരനായിട്ടും LDF കൺവീനറുടെ മണ്ഡലത്തിലെ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അക്ഷന്തവ്യമായ കുറ്റം പേരാമ്പ്രക്കാരുടെ മനസ്സിൽ നീറിപ്പുകയുന്നുണ്ട് സർ. ഈ ബഡ്ജറ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനം നമ്മുടെ സ്കൂളിലെ
നമ്മളെ സ്കൂളുകളെ വിദ്യാർത്ഥിനി സൗഹൃദമാക്കുമെന്നുള്ളതാണ്. ആർത്തവ അവധി നമ്മുടെ സമൂഹം ആഴത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പെൺകുട്ടികൾക്ക് ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ ഹോട്ട് ബാഗുകൾ, ഫുഡ് മസാജർ, ചുടുവെള്ളം ഉൾപ്പെടെയുള്ള ലഭ്യമാകുന്ന റീക്യൂപ്പറേഷൻ പോഡുകൾ തുടങ്ങാൻ സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാകും, ആശ്വാസമാകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ തട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തിരുത്തി ആ കസേരയിൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയുടെ മനുഷ്യരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്. ബഡ്ജറ്റ് പ്രസംഗത്തിലെ പേജ് 34 പോയിന്റ് 56 പറയുന്ന ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യത സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് രൂപീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഓൺലൈൻ മീഡിയകളെ റെഗുലേറ്റ് ചെയ്യാനുള്ള നയം കൂടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സർ, ദീർഘവീക്ഷണത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തീരദേശത്തെയും സമുദ്രത്തെയും ഉപയോഗപ്പെടുത്തി കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് വെക്കാൻ വിവിധ പദ്ധതികളിലൂടെ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടുണ്ട്. സർവ്വ മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മളുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്, അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, വ്യവസായത്തിനാവശ്യമായ ഭൂമി ഒരുപാടുള്ള സ്ഥലമാണ് പേരാമ്പ്ര. കോഴിക്കോട് ജില്ലയിലെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറായി കുറ്റ്യാടിക്കും ബാലശ്ശേരിക്കും ഇടയിലുള്ള സ്ഥലത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുവഴി ഒരുപാട് വ്യവസായശാലകളും തൊഴിലവസരങ്ങളും ആ മണ്ഡലത്തിന് ലഭിക്കും. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടി തീർത്തും ലളിതമാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്കുള്ള റോഡ് ഒരുപാട് വളവുകളും കയറ്റിറക്കങ്ങളും ആവശ്യത്തിന് വീതിയുമില്ലാത്തതുമാണ്. കുറ്റ്യാടിയെയും കോഴിക്കോടിനെയും ദേശീയപാതയെയും ബന്ധിപ്പിച്ച് ഒരു 4 വരി പാത വന്നാൽ ചരക്ക് നീക്കം സുഗമമാകും. അതുവഴി ആ മേഖലയിലെ വ്യവസായങ്ങൾക്ക് പുത്തൻ ഉണർവേകാൻ സാധിക്കും. ഓരോ പേരാമ്പ്രക്കാരുടെയും സ്വപ്നമായിട്ടുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് കൂടി യാഥാർത്ഥ്യമാക്കുന്നതോടെ പേരാമ്പ്ര മണ്ഡലത്തിന്റെ റോഡ് കണക്ടിവിറ്റി വയനാട് ജില്ലയിലേക്കും തുടർന്ന് കർണാടകയിലേക്കും വരുമ്പം ദേശീയ വ്യവസായ ഭൂപടത്തിൽ നമുക്ക് പേരാമ്പ്ര അടയാളപ്പെടുത്താൻ പറ്റും. സർ, നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച മുൻ അംഗം നിപ്പയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സർ, കഴിഞ്ഞ ദിവസം നിപ്പയെ സംബന്ധിച്ച് ഈ സഭയിൽ ചർച്ച നടക്കുകയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അവയ്ക്ക് മറുപടി പറയുകയും ചെയ്തതാണല്ലോ. കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ഡലമാണ് പേരാമ്പ്ര. നിപ്പ വന്ന് മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ സഹോദരങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് സർ ഞങ്ങളുടെ നാട്ടിൽ. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേറി വിദേശത്തേക്ക് ജോലിക്ക് പോയ മുത്തലിബ് എന്ന ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായി നിപ്പ വന്ന് ഒരു വീട്ടിലെ 2 പേർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ ഇപ്പോൾ നടന്നുവരുന്ന നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച LDFന്റെ ക്രൂരതയ്ക്ക്, എമ്പതിയില്ലായ്മയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷി മാപ്പ് നൽകില്ല സർ. സർ, സുനാമി വന്ന് 140 ആളുകളുടെ ജീവൻ എടുത്തപ്പോൾ അതിന് നടുവിലേക്ക് ചെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. 2016 ഏപ്രിൽ 10 പുറ്റിങ്ങലിൽ വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവൻ മാറ്റിവെച്ച് ഓടിയെത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുല്ലൂരാംപാറയിലും ചീയപ്പാറയിലും അവസാനിച്ചു മേഡം. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ആ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് നിർത്തിയ ഒരാളുണ്ടായിരുന്നു കേരളത്തിന്. എമ്പതിയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എങ്ങനെയാണ് സർ പറയാതിരിക്കുക? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് കൈമോശം വന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭരണപരമായിട്ടുള്ള അനാഥത്വമായിരുന്നു. കവളപ്പാറ ദുരന്തമുഖം സന്ദർശിക്കാതെ ഒളിച്ചോടിയ, ഓഖി ദുരന്തബാധിത പ്രദേശത്ത് പോകാതിരിക്കുകയും പിന്നീട് പോയപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിച്ചത്. മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന അവസ്ഥയായിരുന്നു ഈ നാടിന്. ഭരണപരമായിട്ടുള്ള ഈ അനാഥത്വത്തിന്റെ പരിഹാരമാണ് സർ UDFന് ലഭിച്ച ഈ മാൻഡേറ്റ്. ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം
ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം തികയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രി Please conclude. കോഴിക്കോട് സ്റ്റേഷൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടില്ല നമ്മൾ എന്ന സമയ- ആരോപണം സമയക്ലിപ്തത പാലിക്കണം നമ്മൾ. 1 more minute മാഡം എന്ന് No, ആരോപണം no, no, no. ഉന്നയിക്കണമെങ്കിലും ചില്ലറ രാഷ്ട്രീയ അന്ധതൊന്നും പോരാ മാഡം. അർത്ഥശങ്കയ്ക്കില്ലാത്തയിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് എന്റെ പേരാമ്പ്രയുടേത്. മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് നയിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ പിൻതലമുറക്കാരുടെ മുന്നിലോ മുൻപ് ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും അവർക്ക് വഴി തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മുമ്പിലോ നിലപാട് പണയം വെക്കാൻ ഒരിക്കലും ഞാൻ മുതിരില്ല എന്നുള്ള വാക്ക് എന്റെ പ്രിയപ്പെട്ട പേരാമ്പ്രക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് അനുകൂലിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.